ഭൂതി വഴി ഉന്നതിയിലെ ആദിവാസ ഭവന നിർമ്മാണ ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇഡി ഇടപെടുന്നു. CPI നേതാവും നിലമ്പൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM ബഷീർ ഒന്നാം പ്രതിയായ കേസിലാണ് ഇഡിയുടെ ഇടപെടൽ. രേഖകളുമായി ഹാജരാകാൻ പരാതിക്കാരിക്ക് ഇഡി നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. പറയൂ ഗോകുൽ. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള കേസാണിത്. 2015-2016 പാലക്കാട് അട്ടപ്പാടി ഭൂതി വഴി ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി കരാറാവുന്നത്. 7 കുടുംബങ്ങൾക്കാണ് ATSP, അതായത് അട്ടപ്പാടി ആദിവാസി ക്ഷേമ പദ്ധതിയിൽപ്പെടുത്തിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ഇവർക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കരാർ ഉണ്ടാവുന്നത്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ വീട് നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുമ്പേ ഇപ്പോൾ ഈ CPM-ന്റെ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസന അധ്യക്ഷനുമായിട്ടുള്ള വ്യക്തി കരാറുകാരനായി അവതരിക്കുകയും വീടിന്റെ പണി പൂർത്തിയാകാതെ തന്നെ ഏകദേശം 4 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. പിന്നീട് അവർ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് വീട് ചോർന്നൊലിക്കാൻ തുടങ്ങി. അവർ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ സമയത്ത് ഈ കുടുംബങ്ങളെ തന്നെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേറെ ഓരോരുത്തർക്കും 1,28,500 രൂപ വീതം അനുവദിച്ചു. അവർ ഇതിനും ഇതേ വ്യക്തിയാണ് PM ബഷീർ ഉൾപ്പെടെയുള്ള കരാറുകാരെയാണ് സമീപിച്ചത്. PM ബഷീർ ഈ 7 പേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് 1,28,500 രൂപ വീതം 7 പേരുടെയും പണം തന്റെ അക്കൗണ്ടിലേക്ക് വകമാറ്റി അക്കൗണ്ടിലേക്ക് എടുത്തു എന്നുള്ളതാണ് ഈ ആളുകൾ പറയുന്ന പരാതി. കലാമണി ഉൾപ്പെടെയുള്ള 7 പേരാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ ക്രൈംബ്രാഞ്ച് എടുത്ത 3 കേസിലും ഈ CPM-ന്റെ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള PM ബഷീർ ഒന്നാം പ്രതിയാണ്. അതിലാണ് ഇപ്പോൾ ED ഇടപെടൽ നടത്തുന്നത്. പരാതിക്കാരിയായിട്ടുള്ള കലാമണിയോട് 4-ാം തീയതി രാവിലെ 10:30 EDയുടെ കോഴിക്കോട് ഓഫീസിന് മുന്നിൽ ഹാജരാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ PM ബഷീറിനൊപ്പം മറ്റു 2 പേരും ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. ജാക്കിർ അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ അംഗമാണ്. അതോടൊപ്പം തന്നെ അബ്ദുൾ ഗഫൂർ എന്ന് പറയുന്ന മറ്റൊരു കരാറുകാരനും ഈ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുണ്ട് എന്നാണ് പരാതിക്കാർ പറയുന്നത്. ഇതിനെതിരെ ആദ്യം പോലീസിലും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. ഈ കേസുകളിലൊക്കെ ഇവർ ഒന്നാം പ്രതിയായിരുന്നു. ഇതിനെതിരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ PM ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആ കേസ് തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലാണിപ്പോൾ ED ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.